ഇടുക്കി മൂന്നാറിലെ കല്ലാർ മാലിന്യ പ്ലാന്റിൽ കാട്ടാനകൾ ഇറങ്ങി. 2 ഒറ്റക്കൊമ്പന്മാരാണ് മാലിന്യ പ്ലാന്റിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. മാലിന്യ പ്ലാന്റിൽ കാട്ടാനകൾ കയറുന്നത് തടയാൻ സോളാർ വേലി സ്ഥാപിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഇതുവരെ നടപ്പായിട്ടില്ല. വിശദാംശങ്ങളുമായി ജെയിൻ രാജു അവിടെ നിന്നും ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഈ മാലിന്യ പ്ലാന്റിലെത്തി മാലിന്യത്തിനൊപ്പം പ്ലാസ്റ്റിക് അടക്കമുള്ളവ ഭക്ഷിച്ച് ഇവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പോലും നേരത്തെ മുതൽ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പറയുന്നതാണ്. ഈ വൈദ്യുതി വേലി സ്ഥാപിച്ച് ഇവയെ തടയാനുള്ള നീക്കം ഒന്നുമായിട്ടില്ലേ? മോത്തി, കാര്യമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇതിപ്പോൾ ഒരുപാട് വർഷങ്ങൾ നീണ്ട ഒരു പ്രശ്നമാണ്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ അവിടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് വനം വകുപ്പ് തയ്യാറാക്കി നൽകിയിരുന്നു. അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു എന്ന ഒരു വിശദീകരണം മാത്രമാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ കല്ലാർ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, മാലിന്യം കൃത്യമായി സംസ്കരിക്കുന്നില്ല. ജൈവ മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാട്ടാനകൾ അതിന്റെ അകത്തേക്ക് എത്തുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണം. ഈ 2 കാര്യത്തിൽ യാതൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചില്ല. ഇന്നലെ വൈകിട്ടാണ് 2 ഒറ്റക്കൊമ്പന്മാർ, ഒന്നിന്റെ ഇടതുവശത്തും മറ്റൊന്നിന്റെ വലതുവശത്തും കൊമ്പുകൾ മാത്രമുള്ള 2 ആനകളാണ്. ഈ 2 ആനകൾ സ്ഥിരമായി കല്ലാർ പ്ലാന്റിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് പ്ലാന്റിന്റെ അകത്തേക്ക് ഈ ആനകൾ എത്തിയത്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ തൊഴിലാളികൾക്ക് അവിടെ ജോലിക്ക് കയറണമെങ്കിൽ ഈ ആനകളെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഈ തൊഴിലാളികൾക്ക് അവിടെ ജോലിക്ക് കയറാൻ പറ്റൂ. മറ്റൊരു പ്രശ്നം ഉണ്ടായത് പടയപ്പയുടെ ഭാഗത്തു നിന്നാണ്. പടയപ്പ ഇന്നലെ കൂടാറുള്ള എസ്റ്റേറ്റിലെ സ്കൂളിന് സമീപത്ത് വരെ എത്തിയിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ RRT സംഘം ഉണ്ടായിരുന്നത് കൊണ്ട് ആനയെ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഓടിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ പഞ്ചായത്തിന്റെ ഭാഗത്ത്, അതായത് മൂന്നാർ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു കൃത്യവിലോപം ഈ കാര്യത്തിൽ ഈ കല്ലാർ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുണ്ട്. പലതവണ ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ ഗ്രീൻ ട്രൈബ്യൂണലും അടക്കം ഈ പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയതാണെങ്കിൽ പോലും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ജെയിൻ, ഒരു കാര്യം കൂടി, ഇത് ജൈവ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ആണോ അതോ അജൈവ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്ലാന്റ് ആണോ? മോത്തി, 2ഉം അവിടെ സംസ്കരിക്കുന്നുണ്ട്. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുന്നതാണ് ഈ യൂണിറ്റ്. പക്ഷേ ജൈവ മാലിന്യങ്ങൾ അവിടെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമില്ല. അവിടെ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വേർതിരിച്ച് അവിടെ നിന്ന് ഒരു കമ്പനി കൊണ്ടുപോകുന്നുണ്ട്. ജൈവ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ആനകൾ വളരെ പെട്ടെന്ന് ഭക്ഷണം കിട്ടുന്നതാണ്. ഈ പച്ചക്കറിയുടെ വേസ്റ്റും മറ്റുമൊക്കെയാണ് മൂന്നാറിലെ മാർക്കറ്റിൽ നിന്നടക്കം റിസോർട്ടുകളിൽ നിന്നും മറ്റും എത്തുന്ന ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആനകൾ അവിടെ എത്തുന്നത്. അവിടെ എത്തിയാൽ ആഴ്ചകളോളം അവിടെ തമ്പടിക്കുകയും ഈ മാലിന്യം മൊത്തം കഴിക്കുകയും ചെയ്യുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ പടയപ്പ ഉൾപ്പെടെയുള്ള ആനകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞതാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഈ ആനകൾ ഈ പച്ചക്കറി മാലിന്യങ്ങൾക്കൊപ്പം കഴിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വിഷയത്തിൽ ഹൈക്കോടതി അടക്കം ഇടപെട്ടതാണ്. ഹൈക്കോടതി അവിടെ ആനകൾ കയറാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട് 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആനകൾ ഇതിനുള്ളിലേക്ക് കയറാതിരിക്കാൻ വൈദ്യുത വേലി നിർമ്മിക്കണം എന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, കൃത്യമായി ജൈവമാലിന്യം സംസ്കരണം അവിടെ നടക്കുന്നില്ല എന്നതുകൂടിയാണ്. ഇവിടെ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ 2നും പരിഹാരം കാണാതെ ഇതിന് പൂർണ്ണമായും ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.